തിരുവനന്തപുരത്ത് വധശ്രമ കേസിൽ പിടിയിലായ വാഴോട്ടുകോണം കൌൺസിലർ സുഗതനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. ഇന്നലെ രാത്രി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം സുഗതനെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. സുഗതന്റെ അനുയായികൾ വളഞ്ഞതോടെ ആകാശത്തേക്ക് വെടിവെച്ചാണ് വട്ടിയൂർക്കാവ് SHOയും സംഘവും പ്രതിയെ പിടികൂടിയത്. സംഘർഷത്തിൽ SHO വിപിനും SI അഭിജിത്തിനും പരിക്കുണ്ട്. അതേസമയം തന്നെയും കുടുംബത്തെയും പോലീസ് ആക്രമിച്ചുവെന്നാണ് സുഗതന്റെയും ഭാര്യയുടെയും ആരോപണം. പ്രകോപനം ഇല്ലാതെ കയറി വരുമായിരുന്നു. എനിക്ക് എൻ്റെ 14 വയസ്സും 8 വയസ്സുമായ മക്കളുടെ മുമ്പിൽ വെച്ച് തള്ളി കയറിയിട്ട് വന്നിട്ട് ഉപദ്രവിക്കുമായിരുന്നു. വീട്ടിൻ്റെ അകത്ത് കയറി ഉപദ്രവിക്കുമായിരുന്നു. എൻ്റെ താലിമാല വലിച്ച് പൊട്ടിച്ച് കൊണ്ടുപോയി എൻ്റെ ഇവിടെ അടിച്ചു, ചവിട്ടി. ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് അവർ വീട്ടിൽ അതിക്രമിച്ച് കയറിയിരിക്കുന്നത്. പിന്നെ അവർ പിള്ളേരെ പേടിപ്പിക്കുന്ന രീതിയിൽ മുകളിലോട്ട് വെടിവെച്ചിട്ടാണ് ആവശ്യമില്ലാത്ത രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് കയറി വരുമായിരുന്നു. അല്ല, പുറത്ത് വെച്ചിട്ട് വെടിവെച്ചിട്ട് അകത്തോട്ട് കയറി വരുന്നു. ഇല്ല, അതിനുള്ള സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഹസ്ബൻഡും പിന്നെ മഴ പെയ്ത് എൻ്റെ കടയിലെ സ്റ്റാഫുണ്ട്. ഇതിപ്പോൾ ചിക്കൻ ബോക്സിൽ ചികിത്സയിലായിരുന്നു പുള്ളിക്കാരൻ. അങ്ങനെയാണ് വീട്ടിൽ വന്ന് പിടിച്ചിട്ട് പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കോടതിയെ ഹാജരാക്കിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റിൽ ചിക്കൻ ബോക്സ് ഉള്ളതിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ചിക്കൻ ബോക്സ് ഉള്ളതിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. വീട്ടിൽ കയറി അറസ്റ്റ്. എന്റെ ഭാര്യ എന്റെ മൈനായിട്ട് കൊച്ചിനെ ചൗക്കുറ്റി അടിച്ചിട്ട് ഇവർ വെടിവെച്ചിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. TV പ്രസാദ് ഉണ്ട് നമുക്കൊപ്പം. പ്രസാദെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ വളരെ ഗൗരവമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഈ സുഗതനും ഭാര്യയും ഉന്നയിക്കുന്നത്. നാടകീയ രംഗങ്ങളാണ് ഇന്നലെ നടന്നത്. രാത്രി ഏറെ വൈകിയാണ് സംഭവം. എന്തൊക്കെയാണ് ഉണ്ടായത്? അതോടൊപ്പം ഈ ഇപ്പോൾ വധശ്രമ കേസിലാണ് ഈ സുഗതനെ പിടികൂടിയിരിക്കുന്നത്. ഇയാൾക്കെതിരെ മറ്റ് കേസുകൾ നിലവിലുണ്ടോ? ഈ കേസുകളൊക്കെ നിലവിലിരിക്കുകയാണോ ഇയാൾ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്? ഷിഹാസെ, വാഴോട്ടുകോണം കൗൺസിലർ R. സുഗതൻ നേരത്തെ കാപ്പ കേസിൽ പ്രതിയായിരുന്നു. നേരത്തെ 10-ലധികം കേസുകളുള്ള സാഹചര്യത്തിലായിരുന്നു നേരത്തെ കാപ്പ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. തുടർന്ന് പിന്നീട് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഈ 2 മാസം മുമ്പാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ ഒരു തർക്കമാണ് സംഘർഷത്തിലേക്ക് വഴിമാറിയതും ഒരാൾക്ക് പരിക്കേൽക്കുന്ന സംഭവം ഉണ്ടാവുകയും ചെയ്തത്. ആ സംഭവത്തിലാണ് സുഗതൻ 1-ാം പ്രതിയായി മാറുകയും ചെയ്യുന്നത്. പക്ഷേ അതിൽ BJP പറയുന്ന ആ പ്രശ്നം എന്ന് പറയുന്നത് ക്ഷേത്രോത്സവം അലങ്കോലപ്പെടുത്തിയ ഒരു സംഘർഷം, വാക്കേറ്റം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് അതിൽ BJPയുടെ വേർഷൻ. പക്ഷേ എന്തായാലും ആ കേസിൽ വധശ്രമമാണ് ചുമത്തിയത്. അതിൽ 1-ാം പ്രതിയാണ് സുഗതൻ. അങ്ങനെ സുഗതൻ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി സമീപിച്ചു. ഒടുവിൽ ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി കൂടി ആ ഹർജി തള്ളിയതോടുകൂടിയാണ് ഇന്നലെ രാത്രി വട്ടിയൂർക്കാവ് SHO വിപിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സുഗതൻ്റെ വീട്ടിലെത്തുന്നതും സുഗതനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും. പോലീസ് എത്തിയതറിഞ്ഞ് BJP പ്രവർത്തകർ ചുറ്റും കൂടി. ഒരു സംഘർഷാവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് SHO വിപിൻ ആകാശത്തേക്ക് വെടിയുതിർത്തുകൊണ്ട് സുഗതനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് ഇറക്കുന്നത്. ചിക്കൻ ബോക്സ് ബാധിച്ച് ചികിത്സയിലായിരുന്നു എന്ന ആരോപണമാണ് കുടുംബം ഇപ്പോൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. കുട്ടികളുടെയും ഭാര്യയുടെയും മുന്നിലിട്ടാണ് അങ്ങനെ ഒരു സംഘർഷാവസ്ഥ പോലീസ് ഉണ്ടാക്കിയതെന്നും കുടുംബം ആരോപിക്കുന്നു. പക്ഷേ ഒരു വലിയ രീതിയിലുള്ള സംഘർഷം ഒഴിവാക്കുന്നതിന് വേണ്ടി നേരെ രാത്രി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഒരു പ്രത്യേക വലിയ സംഘർഷ സാധ്യത തന്നെയായിരുന്നു ഇന്നലെ നഗരത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ രാത്രിയോടുകൂടി രംഗം ശാന്തമായി. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. നേരത്തെ ഷിഹാസ് പറഞ്ഞതുപോലെ നേരത്തെ നിരവധി കേസുകൾ പ്രതിയായിരുന്നു സുഗതൻ. നേരത്തെ കാപ്പ കേസ് ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു. കാപ്പ ചുമത്തിയതാണ്. പക്ഷേ പിന്നീട് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമാണ് ഈ ഒരു പുതിയ കേസും വരുന്നത്. അത് വധശ്രമമായിരുന്നു. അതിൽ 1-ാം പ്രതിയായിരുന്നു. ആ നടപടികളിലേക്കാണ് പോലീസ് കടന്നതും. പക്ഷേ പോലീസിനെ തടയാൻ BJP പ്രവർത്തകർ ശ്രമിച്ചപ്പോഴാണ് ആകാശത്തേക്ക് വെടിവെപ്പുണ്ടായത്. പക്ഷേ വലിയ സംഘർഷമില്ലാതെ പ്രശ്നം പരിഹരിക്കാൻ ഇന്നലെ രാത്രി പോലീസിന് കഴിഞ്ഞു എന്നതാണ് ഷിഹാസ്. ശ്രുതി. തിരുവനന്തപുരത്ത് മഴ തുടങ്ങിയോ? ശക്തമായ മഴയാണ് തിരുവനന്തപുരത്തുള്ളത്. ഇടവിട്ട് പെയ്യുന്ന മഴയാണ്. ഇന്നലെ ഇപ്പോൾ രാത്രി കാര്യമായിട്ട് പെയ്തു, ഇന്നലെയും പെയ്തു. ഇന്നിപ്പോൾ രാവിലെ തുടങ്ങിയിരിക്കുന്നു. മഴയില്ല എന്ന് കരുതിയാണ് ആദ്യം കുടയില്ലാതിരുന്നത്. പക്ഷെ കുടയെടുക്കേണ്ടി വന്നു ഷിഹാസൻ. ശരി, അതാണ്. അപ്പോൾ TV പ്രസാദാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് മഴയും തുടങ്ങിയിട്ടുണ്ട്.